എടപ്പാൾ വില്ലേജ് ഓഫീസിന് സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം ഒരു വർഷത്തിലധികമായി കെട്ടിക്കിടക്കുന്നു. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച പഴയ ചെരുപ്പുകളാണ് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച് കയറ്റി അയച്ചത് 1,78,218 കിലോ റിജക്റ്റഡ് മാലിന്യങ്ങളാണ്. ഹരിതകർമ്മസേന പ്രശംസനീയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുമ്പോൾ തന്നെ ഒരു വിമർശനവും അവർ ഏറ്റുവാങ്ങേണ്ട സാഹചര്യത്തിലുമാണ്. എടപ്പാൾ വില്ലേജ് ഓഫീസിനും പഴയ മുരളി തിയേറ്ററിനും ഇടയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച പഴയ ചെരുപ്പുകളാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരു വർഷത്തിലധികമായി സൂക്ഷിച്ചിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഈ സ്ഥലത്ത് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ല. ഇവിടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതറിഞ്ഞ വാട്ടർ അതോറിറ്റി തങ്ങളുടെ സ്ഥലമാണെന്ന് രേഖപ്പെടുത്തി ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാക്കുകളിൽ നിറച്ചാണ് ചെരുപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ളതെങ്കിലും ചാക്കുകൾ ദ്രവിച്ച് റോഡിലേക്ക് വീണിട്ടുമുണ്ട്. എടപ്പാൾ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, എടപ്പാൾ ഹൈസ്കൂൾ പ്രദേശത്തെ ജനവാസ മേഖലയിലേക്കും മറ്റും പോകുന്ന റോഡിനോട് ചേർന്ന പ്രദേശത്താണ് മാലിന്യം ശേഖരിച്ചിരിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ കൊതുക് പരിപാലന കേന്ദ്രമായും ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായും ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ വളരെ ശ്രദ്ധിച്ചാണ് ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ ക്ലീൻ കേരളയുടെ വാഹനം എത്താത്തതിനാലാണ് മാലിന്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ വാഹനം എത്തുന്ന മുറയ്ക്ക് മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ അറിയിച്ചു. ന്യൂസ് എടപ്പാൾ. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. Kerala Golden Diamonds, the family jeweler, Main Road, Vadakekad.